രണ്ടാം വരവ് ഉണ്ടാകും. രണ്ടാം വരവിൽ കർത്താവായ യേശു ക്രിസ്തു വരും എന്നുള്ളത് നമുക്ക് ധൈര്യത്തോടെ വിശ്വസിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം യേശുവിൻ്റെ ഒന്നാം വരവാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൻ്റെ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായതാണ്, ഇല്ലേ? എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, മീഖ 5:2 ബത്ലഹേമിൽ യേശു ജനിക്കുമെന്ന് അവിടെ പ്രവചിച്ചു. യെശയ്യാ 7:14 കന്യക പ്രസവിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. യെശയ്യാ 53 അധ്യായത്തിൽ ആ രക്ഷകൻ കഷ്ടത അനുഭവിക്കും, മെശിയ കഷ്ടത അനുഭവിക്കുമെന്ന് നമ്മൾ കാണുന്നു. സെക്കറിയ 9:9 കഴുതപ്പുറത്ത് ജയാളിയായ യെരൂശലേമിൽ മെശിഹ വരും എന്ന് നമ്മൾ അവിടെ കാണുന്നു. സെക്കറിയ 11:12 30 വെള്ളിക്കാശിന് മെശിഹ ഒറ്റിക്കപ്പെടും എന്ന് നമ്മൾ അവിടെ കാണുന്നു. അങ്ങനെ എത്രയെത്രയോ പ്രവചനങ്ങൾ, 100-ലധികം പ്രവചനങ്ങൾ മെശിഹാനെ പറ്റി, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതെല്ലാം ഫുൾഫിൽ ആകുവാനിടയായി തീർന്നു, ഇല്ലേ, കർത്താവ് വന്നപ്പോൾ. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. കർത്താവ് വന്നു, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് നമ്മളും പ്രത്യാശയോടെ ഇവിടെ ഇരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ സംശയിക്കണം? യേശു വരുമോ എന്നൊരു സംശയം പോലും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെയും കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തത് മെശിഹാനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ഭക്തന്മാരൊക്കെ വിചാരിച്ചു അവരുടെ കാലഘട്ടത്തിലായിരിക്കും യേശു വരുന്നതെന്നുള്ളത്. ഒത്തിരി സമയം അവർ വെയിറ്റ് ചെയ്തു, പലരും പല ജനറേഷൻസ് വെയിറ്റ് ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയമായപ്പോഴാണ് യേശു വന്നത്. അതുപോലെ തന്നെ ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് യേശു വന്നിരിക്കും.